കേരളത്തിലിപ്പോൾ തകൃതിയായിട്ട് നടക്കുന്നൊരു ചർച്ചയാണ് ആരായിരിക്കും അടുത്ത മുഖ്യമന്ത്രി എന്നുള്ളത്. അതേസമയം തന്നെ കോൺഗ്രസ്സിൽ നടക്കുന്ന മറ്റൊരു ചർച്ചയാണ് ആരായിരിക്കും അടുത്ത KPCC പ്രസിഡന്റ് എന്നുള്ളത്. ഇപ്പം ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ ബെന്നി ബെഹനാൻ, മറ്റേ ഷാഫി പറമ്പിൽ A ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ പല പല ആൾക്കാർ പിന്നെ രംഗത്ത് വരുന്നുണ്ട്. അപ്പം ആരായിരിക്കും അടുത്ത കേരളത്തിലെ KPCC പ്രസിഡന്റ്? കേരളത്തിലെ KPCC പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിലെ പണ്ടും ഉണ്ടായിരുന്നു, ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ടായി, നാളെ ഉണ്ടാകാൻ ഉള്ള ഗ്രൂപ്പിസത്തിൻ്റെ ഒരു എക്സ്റ്റേണൽ എക്സ്പ്രഷനാണ് KPCC പ്രസിഡന്റ് സ്ഥാനത്തെത്തേറ്റം. അതിനൊരു മാറ്റം വന്നത് സുധാകരനും സതീശനും, പ്രതിപക്ഷ നേതാവായിട്ട് സതീശനും സുധാകരൻ KPCC പ്രസിഡന്റ് ആയപ്പോഴാണ് കുറച്ചെങ്കിലൊക്കെ ഒരു മാറ്റം വന്നത്. അതിനു മുമ്പ് തൊട്ട് മുമ്പ് എല്ലാ ഗ്രൂപ്പിസത്തിനും വിഭാഗീയതയ്ക്കും കാരണക്കാരനായിട്ട് എല്ലാ ഗ്രൂപ്പുകളും ചേർന്ന് കുറ്റപ്പെടുത്തിയ ഒരാൾ K മുരളീധരനാണ്. ഇപ്പോൾ K മുരളീധരൻ ഗ്രൂപ്പിസം നടത്തിയപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് ഗ്രൂപ്പിസം പാടില്ല. എന്നാൽ സോണിയാഗാന്ധി ഒരു ആ രീതിയിലാണ് പെരുമാറുകയും സംസാരിക്കുകയും ചെയ്യുന്നത്. എല്ലാ ഗ്രൂപ്പിസത്തിൻ്റെ ഉറവിടം K മുരളീധരനിലാണ്. പക്ഷേ K മുരളീധരൻ എല്ലാ ഗ്രൂപ്പിസത്തിനും മാറി സ്വസ്ഥമായി. പക്ഷേ ഇപ്പോഴും ഗ്രൂപ്പിസം അതേപടി നിലനിൽക്കുകയാണ്. ഇത് നിങ്ങൾക്ക് പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ കരുണാകരൻ DIC രൂപീകരിച്ച് പോകുമ്പോഴല്ലേ ഈ ഗ്രൂപ്പിസത്തിൻ്റെ അല്ല, ഗ്രൂപ്പിസം കാരണമാണ് കരുണാകരൻ DIC രൂപീകരിച്ച് പോകുന്നത്. ഗ്രൂപ്പ് അതുകൊണ്ടല്ല ഗ്രൂപ്പ്. അപ്പോൾ അതിനു മുമ്പ് ശങ്കർ ചാക്കോ ഭയങ്കരമായ തർക്കമുണ്ടായി. PT ചാക്കോയുടെ മരണത്തെ തുടർന്ന് കേരള കോൺഗ്രസ് ഉണ്ടാകാനുള്ള കാരണം അതുപോലൊരു ഗ്രൂപ്പിസാണ്. ശങ്കറിനെ അനുകൂലിച്ചവരുണ്ട്, ചാക്കോയെ അനുകൂലിക്കുന്നവർ. കേരള കോൺഗ്രസ്സായിട്ട് വേറൊരു വിഭാഗമായതുകൊണ്ട് ആ ഗ്രൂപ്പിൽ പിന്നെ കോൺഗ്രസിനകത്ത് ഗ്രൂപ്പിസം ഉണ്ടാകാനുള്ള സാധ്യത പോയി. കാരണം അവർ പുറത്തേക്ക് വേറൊരു പാർട്ടിയായിട്ട് മാറുകയായത്. ഇപ്പം DICയുടെ കാര്യം നിങ്ങൾ പറഞ്ഞാൽ അതിന് ഉണ്ടായ DIC ആണ് കേരള കോൺഗ്രസ്. പക്ഷേ കേരള കോൺഗ്രസ് രൂപീകരിച്ചതോടുകൂടി സംഭവിച്ച തകരാറെന്ന് പറഞ്ഞാൽ മധ്യ തിരുവിതാംകൂറിലുണ്ടായിരുന്ന കോൺഗ്രസിൻ്റെ സ്വാധീനം പകുതിയായിട്ട് കുറഞ്ഞു. അതോടുകൂടിയാണ് LDFന് കുറച്ചെങ്കിലും അപ്പർ ഹാൻഡ് ഇലക്ട്രൽ പൊളിറ്റിക്സിൽ കിട്ടാൻ തുടങ്ങിയത്. ഇനി വീണ്ടും ഇപ്പോൾ നമുക്ക് സമകാലീന KPCC പ്രസിഡന്റ് എടുക്കാം. ഏത് ഗ്രൂപ്പിൽ നിന്ന് KPCC പ്രസിഡന്റാണ് ഇപ്പോൾ വന്നിരിക്കുന്ന രണ്ടുപേരും ആരാ? നിലവിലിപ്പോൾ ഉള്ളത് കൊടിക്കുന്നിൽ സുരേഷും ബെന്നി ബെഹനാനാണ് വന്നിരിക്കുന്നത്. ആൻ്റോ ആൻ്റണിയുടെ പേര് നേരത്തെ വന്നിരുന്നതാണ്. ഇതെല്ലാം A ഗ്രൂപ്പാണ്. എല്ലാവരും A ഗ്രൂപ്പുകാരാണ്. ഓരോരുത്തരും അവരവരുടെ ക്ലെയിം പറയാനായിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ തീരുമാനമെടുത്ത് ആരാ ഇപ്പോൾ A ഗ്രൂപ്പിൻ്റെ നേതാവില്ല. പിന്നെ ആന്റണി ആന്റണി ജീവിച്ചിരിക്കുന്നുണ്ട് പറയാം, ആന്റണി ഞാൻ നേതാവെന്ന് വേണം പറയാം. പക്ഷേ ആന്റണി ഇപ്പോൾ സമ്മതിക്കുകയില്ല. അപ്പോൾ ഇവിടെ ആര് KPCC പ്രസിഡന്റ് തീരുമാനിക്കാനുള്ള മെത്തേഡ് എന്താ? ഇപ്പോൾ പുതിയൊരു ഡിമാൻഡുമായിട്ട് ഒരുപറ്റം കോൺഗ്രസ് നേതാക്കന്മാർ വരുന്നുണ്ട്. ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഒരാൾക്കൊരു പദവിയെ പാടുള്ളൂ. അത് മുമ്പ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നാ പറയുന്നത്. ഇപ്പോൾ ഇനി തൊട്ട് ഒരാൾക്കൊരു പദവിയെ പാടുള്ളൂ. അതായത് MPയോ MLAയോ പഞ്ചായത്ത് പ്രസിഡന്റോ പഞ്ചായത്ത് ഇരിക്കുന്ന ഒരാൾക്ക് KPCC പ്രസിഡന്റായി 2 പദവി വഹിക്കാൻ പാടില്ല എന്നാണ് വാദം. എന്തിനായിരിക്കും ഈ വാദം കൊണ്ടുവരുന്നത്? ഇപ്പോൾ കൊണ്ടുവരുന്നത് ഇന്നലെ സുധാകരൻ പ്രസിഡന്റായിരിക്കുമ്പോൾ MP ആണ്, സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന MLAയും ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവായി, സതീശൻ നാളെ UDFൻ്റെ കൺവീനറാണ്, വ്യക്തമാകാം. അടൂർ പ്രകാശ് UDFൻ്റെ കൺവീനർ MP ആണ് അല്ലേ? അപ്പോൾ MPമാർ തന്നെ പല സ്ഥാനങ്ങളിലൂടെ വഹിച്ചിട്ടുമുണ്ട്. അപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ MP ആയിരുന്നു, മന്ത്രിയായിരുന്നു, ആഭ്യന്തരമന്ത്രിയായി, അതുപോലെ തന്നെ KPCC പ്രസിഡന്റുമായിട്ടുണ്ട്. സണ്ണി ജോസഫ് MLA ആണ്, KPCC പ്രസിഡന്റാണ്. അപ്പോൾ ഇതിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ പുതിയ നിയമം കൊണ്ടുവരുന്നതിൻ്റെ കാര്യം ഇപ്പോഴുള്ള ഏത് പേര് വന്നിരിക്കുന്ന 4 പേരും ആൻ്റോ ആൻ്റണി, ബെന്നി ബെഹനാൻ, കൊടിക്കുന്നിൽ സുരേഷ്, ഈ 3 പേരുടെ ഈ 3 പേരിൽ ആര് വന്നാലും KC വേണുഗോപാലിൻ്റെ മടിക്കുത്തിൽ അല്ലെങ്കിൽ കയ്യെ പിടിച്ച് നിർത്താൻ പറ്റുന്ന ആൾക്കാരല്ലേ ഇവരാരും. നാളെ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകുമെന്നുള്ള സ്വപ്നത്തിലാണ് അദ്ദേഹം നടക്കുന്നെങ്കിൽ ഹൈക്കമാൻഡിൻ്റെ തീരുമാനങ്ങൾ മുഴുവൻ എടുക്കുന്ന വേണുഗോപാലായതുകൊണ്ട് MPമാർ KPCC പ്രസിഡന്റ് ആകാൻ പാടില്ല എന്നൊരു നിലപാടാരെടുത്തേക്കും. ഈ MPമാരെ ഈ രംഗത്തു നിന്ന് മാറ്റിയെങ്കിൽ മാത്രമേ വേണുഗോപാൽ ഉദ്ദേശിക്കുന്ന വേറൊരു ചമച്ചയെ, രാഹുൽ ഗാന്ധിക്ക് വേണുഗോപാൽ എങ്ങനെയാണ് അതുപോലെ വേണുഗോപാലിന് പറ്റിയൊരു ചമച്ചയെ ഇവിടെ കൊണ്ടുവരാൻ നോക്കണം. അതിനുള്ള മാർഗം വഴിവെട്ടലാണ് ഇപ്പോഴത്തെ ഈ മൾട്ടിപ്പിൾ അവകാശവാദങ്ങളാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ മറ്റൊരു ആളാണ് ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞാൽ. ഇപ്പം നോക്കുമ്പോൾ കാണാം KC വേണുഗോപാലിന് സപ്പോർട്ട് കൊടുത്ത MPമാരിൽ ഒരാളാണ് ഷാഫി പറമ്പിൽ. അപ്പോൾ ഷാഫി പറമ്പിൽ വന്നു കഴിഞ്ഞാൽ KC വേണുഗോപാലിന് ഒന്നും കൂടി കാര്യങ്ങൾ എളുപ്പമാവില്ലേ? ഷാഫി പറമ്പലിൻ്റെ ഇന്നത്തെ ട്രഡീഷണൽ അല്ല കൺവെൻഷണൽ കോൺഗ്രസ് നേതാക്കന്മാരുടെ മുമ്പിൽ ഷാഫി പറമ്പലിൻ്റെ ആയുസ് എന്നത് ഇല്ലാതാക്കി. ഷാഫി പറമ്പലിൻ്റെ ആയുസ് ചീട്ട് കയറി കഴിഞ്ഞു. കാരണം ഇവരാരേക്കാൾ മിടുക്കനാണ് ഷാഫി. ഇവരാരേക്കാൾ പബ്ലിക് സപ്പോർട്ട് ഷാഫിക്കുണ്ട്. കോൺഗ്രസിലെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൗഡ് പുള്ളർ എന്ന് ചോദിച്ചാൽ സതീശൻ കഴിഞ്ഞാൽ 2ാമത്തെ ആൾ ഷാഫിയാണ്. ക്രൗഡ് പുള്ളർ
മലബാറിനെ ഒന്നിച്ചു നിർത്തുന്നു. മലബാറിലൊരു മുസ്ലിം ലീഡർഷിപ്പ് കോൺഗ്രസ് കാലാകാലങ്ങളിൽ ആഗ്രഹിച്ചിരുന്ന മൊയ്തു മൗലവിക്ക് ശേഷം, ആര്യാട് മുഹമ്മദിന് ശേഷം ആ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു നേതാവ് ഉണ്ടായിട്ടില്ല. ആ റോളിലേക്ക് ആര് വരുന്നു? അങ്ങനെ ഒരു ഷാഫിയുടെ വരവിനെ കെ സി വേണുഗോപാൽ ഇഷ്ടപ്പെടുകയില്ല. പക്ഷേ ഇതേ സമയത്ത് തന്നെ കെ സി വേണുഗോപാലിനെ സപ്പോർട്ട് ചെയ്യുന്ന എം പിമാരിൽ ഒരാളാണ് ഈ പറയപ്പെട്ട ഷാഫി പറമ്പിൽ. അല്ലാതെ പറ മാർക്ക് തന്നെ അവരാരെ സപ്പോർട്ട് ചെയ്യണം? അവരാരെ സപ്പോർട്ട് ചെയ്യണം? ഇപ്പോൾ സതീശിനെ സപ്പോർട്ട് ഈ കാര്യം നടക്കില്ല. ഷാഫിക്ക് KPC ഇപ്പം ഷാഫി ധരിച്ചിരിക്കുന്നത്, അല്ലെ ഷാഫിയെ ധരിപ്പിച്ചിരിക്കുന്നത്, വേണുഗോപാൽ എല്ലാവരും ഒത്തിരി കാര്യങ്ങൾ ധരിപ്പിക്കുന്നുണ്ട്. ഞാൻ മത്സരിക്കാൻ വരുന്നില്ല, നിങ്ങൾ എല്ലാ ഒത്തിരി പേരെ വിശ്വസിച്ചു, ഞാൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കില്ല, അതും വിശ്വസിച്ചു. അങ്ങനെ ഷാഫിയോട് ഇതുവരെ പറഞ്ഞെങ്കിൽ നിന്നെ ഞാൻ KPC പ്രസിഡന്റ് ആക്കാമെന്നായിരിക്കും പറഞ്ഞേക്കണം. നാളെ ഇത് മാറ്റി പറയുന്നതിനൊരു വഴിയും കാണില്ല. അത് തീരുമാനം എടുക്കാൻ താമസിക്കും. KPCC പ്രസിഡന്റ് വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഉറക്കുകയോ ഇല്ലയോ എന്ന് അറിഞ്ഞിട്ട് മാത്രമേ തീരുമാനം എടുക്കുകയുള്ളൂ. അതുവരെ ഇത് വെച്ചുകൊണ്ടിരിക്കും. അതിനാണ് സാധ്യത എന്നാൽ ഞാൻ കണക്കൂട്ടുന്നത്. പിന്നെ ഗ്രൂപ്പിസം എന്ന് പറയുന്നത് കോൺഗ്രസ്സിൽ ഞാൻ ആദ്യം പറഞ്ഞു, അതിൻ്റെ പ്രതിഫലനാണ്. ഇനി MP മാർക്കാകാമെങ്കിൽ MLA മാർക്കാകത്തില്ലേ? ഏറ്റവും സമർത്ഥനായ പ്രസിഡന്റ് തെളിയിച്ച മുരളീധരനല്ലേ, മുരളീധരൻ അല്ല കെ മുരളീധരനല്ലേ? കെ മുരളീധരൻ ആളെ വേണേൽ KPCC പ്രസിഡന്റ് ആകത്തില്ലേ? മന്ത്രിയാകുന്നതിനേക്കാൾ നല്ലത്. എന്തുകൊണ്ട് സതീശനായിക്കൂടാ? ചോദ്യങ്ങൾ വരും, ഒത്തിരി ചോദ്യങ്ങൾ വരും. മുഖ്യമന്ത്രി സ്ഥാനം നിഷേധിക്കപ്പെട്ട സതീശൻ നാളെ KPCC പ്രസിഡന്റായി എങ്ങനെയിരിക്കും സ്ഥിതി? ഇതൊരു ഊരാക്കുടുക്കിലേക്ക് പോവുകയാണ്. ഊരാക്കുടുക്കിലേക്ക് കൊണ്ടെത്തിച്ചതിൻ്റെ 1-ാം നമ്പർ പ്രതി രാഹുൽ ഗാന്ധി, 2 കെ സി വേണുഗോപാൽ. ഈ ഇഷ്യൂസ് മുഴുവൻ സ്വാഭാവികമായും ഇവിടെ ജനങ്ങളുടെ വികാരം മനസ്സിലാക്കാൻ പറ്റുന്ന, അല്ലെ ഘടകകക്ഷികളുടെ വികാരം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഹൈക്കമാൻഡ് ലീഡർഷിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ മെയ് 4, 6-ാം തീയതി 7-ാം തീയതിയോ മുഖ്യമന്ത്രി അനൗൺസ് ചെയ്യണമായിരുന്നു ഈ പ്രശ്നങ്ങളെല്ലാം തീരുമാനിച്ചു. അതിന് പകരം കെ സി വേണുഗോപാലിനുള്ള KCB അല്ലേ, കെ സി വേണുഗോപാലിനുള്ള ഈ 3 അക്ഷരം അധികാര തർക്കത്തിൻ്റെ കളങ്ങളിലേക്ക് എപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തോ അന്ന് കോൺഗ്രസിൻ്റെ തകർച്ച ആരംഭിക്കുകയാണ്. അതാര് ഇൻട്രൊഡ്യൂസ് ചെയ്തു? അത് രാഹുൽ ഗാന്ധി അല്ലാതെ ആരാ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? KCയെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ രാഹുൽ ഗാന്ധി ഇൻട്രൊഡ്യൂസ് ചെയ്തു. രാഹുൽ ഗാന്ധി ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ള ധാരണയിലാണ് ഈ മണ്ടന്മാർ MLA-മാരെല്ലാം KCയുടെ പുറകെ നടക്കുന്നത്. പക്ഷേ അങ്ങനെ നടക്കുന്നുണ്ട്. അവർക്ക് MLA-മാർക്ക് നഷ്ടപ്പെടുന്ന എന്താണെന്ന് കുറേശ്ശെ അവർ അറിഞ്ഞു വരുന്നുണ്ട്. അടിത്തട്ടിലുള്ള ഗ്രൗണ്ട് സപ്പോർട്ട് അതില്ല. ഇവരെന്തുണ്ട്? വെറും അപ്പപ്പന്താടി. CPM നല്ലൊരു അവസരത്തിൽ നോക്കിയിരിക്കുകയാണ്. CPM ഇപ്പോൾ ഒരു വർഷത്തേക്ക് യാതൊരു സമര പരിപാടിയും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന യാതൊരു സമരത്തിനും പോകാതെ നിർമ്മാണ പ്രവർത്തനം അങ്ങനെയുള്ള കൺസ്ട്രക്റ്റീവ് വർക്കിലേക്ക് CPM തിരിക്കുകയും കുഴപ്പമില്ലാത്തൊരു നല്ല ലീഡർഷിപ്പ് CPM-നുണ്ടാവുകയും ചെയ്ത പിക്ചർ മുഴുവനാണ്, മൊത്തമാണ്. CPM-ന് എപ്പോഴും പെട്ടെന്ന് കയറി വരാനുള്ളൊരു കഴിവുള്ള അത്രയും കേഡർ സമ്പ്രദായം അല്ല. CPM-ന് കഴിവൊന്നുമില്ല. കോൺഗ്രസ് പോയിടത്തെല്ലാം തിരിച്ചു വന്നിട്ടുണ്ട്. CPM-ന് പോയിടത്ത് ബംഗാളിൽ തിരിച്ചു വരാൻ പറ്റിയിട്ടില്ല, ത്രിപുരയെ പറ്റിയിട്ടില്ല. കേരളത്തിലെ പറയാം, കേരളത്തെ കാര്യം പറഞ്ഞു. കേരളത്തിലെ കഴിവെന്ന് പറഞ്ഞാൽ സർവീസ് സംഘടനകളുടെ കഴിവാണ്. അവർക്ക് ശമ്പളം കൂടുതൽ കൊടുക്കുന്ന ആരോ അവരുടെ കൂടെ നിൽക്കും. അതിനപ്പുറത്തേക്ക് അവർക്ക് താല്പര്യമില്ല. ഇവിടെ കോൺഗ്രസിനെ ഇങ്ങനെ തകർന്നു പോയതുകൊണ്ടാണ്, ദുർബലമായതുകൊണ്ടാണ് ഈ സർവീസ് സംഘടനകളും പല ആൾക്കാരും CPM-ൻ്റെ പുറകെ പോകാൻ തുടങ്ങിയത്. മറിച്ച് കോൺഗ്രസ് ഇപ്പോൾ തിരിച്ചു വരുന്നു, ഇതുപോലെ തിരിച്ചു വരുന്ന ആരും പ്രതീക്ഷിച്ചില്ല. ആരും പ്രദേശം പറഞ്ഞു പ്രതീക്ഷിച്ചിരുന്നോന്നറിയില്ല. ആ ശക്തി കോൺഗ്രസിന് തിരിച്ചു വരാനുള്ള ശക്തി ഇന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതിനെ നിരുത്സാഹപ്പെടുത്തുന്ന പ്രവൃത്തിയായിട്ടാണ് മറ്റു പലരും മുമ്പോട്ട് പോകുന്നത്. ഇവിടെ KPCC പ്രസിഡൻ്റായിട്ട് ഇപ്പോൾ ആര് വരണം എന്നുള്ള തർക്കമുണ്ട്. കൊള്ളാവുന്ന പേര് പറയാൻ പറ്റുമോ? ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാർക്ക് പഞ്ചില്ലാത്ത പാർട്ടിയാണ്. പഞ്ചില്ലാത്ത അതുകൊണ്ട് ഞാൻ സെലക്ഷൻ ബുദ്ധിമുട്ട് വരും. പെണ്ണ് കാണാൻ പോകുമ്പോൾ ഒത്തിരി സുന്ദരിമാരെ കണ്ടാലോ ആരെ ചൂസ് ചെയ്യുന്നുള്ള സംശയം. അപ്പോൾ പിന്നെ പല കൺസിഡറേഷൻ വരും. കൂടുതൽ മാലയാരുടെ എഴുത്തിലാണ്, കൂടുതൽ വെളുപ്പാർക്കാണ്, കൂടുതൽ കറുപ്പാർക്കാണ്. ഇത്തരം തർക്കങ്ങളിലേക്ക് കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പ്, ഈ അണികളെ കൊണ്ടുവന്ന ലീഡർഷിപ്പാണ്. അണികൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. പിണറായി വിജയനെതിരായി വോട്ട് ചെയ്യണം എന്നുള്ള ഇൻഡ്യൂഷൻ അവർക്കുണ്ടായി. അത് ആര് വിചാരിച്ചാലും പറ്റി പിണറായി വിജയനെതിരായി വോട്ട് ചെയ്യുമായിരുന്നു. അവർ പോയി വോട്ട് ചെയ്തു, കോൺഗ്രസ് ജയിച്ചു. ആ ജയത്തിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ ഇവിടെ ഞാൻ പ്രചരണ രംഗത്തെ പറയുമെങ്കിൽ ഷാഫി പറമ്പിലും VD സതീശനും അല്ലാതെ അത്ര ജനങ്ങളെ ആളിക്കത്തി ഇളക്കി മറിച്ച പ്രകടനമൊന്നും ആരും നടത്തിയിട്ടില്ല. പിന്നെ തിരുവനന്തപുരത്ത് മുരളീധരനുണ്ട്, കോട്ടയത്ത് തിരുവഞ്ചൂർദാസുണ്ട്. സീനിയോറിറ്റി പറയുകയാണെങ്കിൽ അങ്ങനെ പിന്നെ രമേശ് ചെന്നിത്തല വളർത്തിക്കൊണ്ടുവന്ന VD സതീശനെതിരായി വളർത്തിക്കൊണ്ടുവന്നയാളാണ് ഇത്. അതും ഗ്രൂപ്പസിൻ്റെ ഭാഗം ശിവകുമാർ. സതീശനെ മന്ത്രിസ്ഥാനം കൊടുക്കാതിരിക്കാൻ വേണ്ടി പകരം കൊടുത്താർക്കാം രമേശ് ചെന്നിത്തലയുടെ കാലത്ത് കൊടുത്തത് ഇയാൾക്ക് VD സതീശനാണ് കൊടുത്തത്. അല്ല, VD സതീശന് കൊടുക്കുന്നതിന് പകരം ശിവകുമാറിന് കൊടുത്തു A ഗ്രൂപ്പിലെ കോട്ട. അതോടെ തിരുവനന്തപുരത്ത് കോൺഗ്രസ് തീർന്നു. എല്ലാവരും അവരവരുടെ സംഭാവന കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ച നേതാക്കന്മാർ ഇപ്പോഴും വലിയ ഉള്ളികളായിട്ട് നടക്കുക. അതാണ് കോൺഗ്രസിൻ്റെ ഗതികേട്. കോൺഗ്രസിനെ തകർത്താൻ ശ്രമിച്ച രമേശിൻ്റെ കാലത്ത് തളരുകയില്ലേ ഇത്?
കോവിഡ് ഒരു കൊതുകുത്തി എന്ന് പറഞ്ഞാൽ പറയാം, ഒരു കൊതുക് കുത്തിക്കൊണ്ട് ഞങ്ങൾ തോറ്റുപോയെന്ന് പറയും. ഫൈറ്റ് ചെയ്ത് നിൽക്കേണ്ടതല്ലേ കോൺഗ്രസ്? ഏത് നെഗറ്റീവ് പരിസ്ഥിതിയും ഫൈറ്റ് ചെയ്യണം. തിരുവനന്തപുരത്ത് കോൺഗ്രസ് ഇല്ലാതായില്ലേ? എത്ര വലിയ നേതാക്കന്മാർ അവിടെയുണ്ട്. പാലക്കാട് രവി, നമ്പാനൂർ രവി, നെയ്യാറ്റിൻകര രവി, എന്നാ ഇപ്പോൾ ലാസ്റ്റ് വന്നിരിക്കുന്ന ശിവകുമാർ, ശരചന്ദ്ര പ്രസാദ്, എത്ര പേരുണ്ട്. എന്നിട്ടും അത്ര ദയനീയമായിരുന്നു കോൺഗ്രസിൻ്റെ സ്ഥിതി. ഇപ്പോൾ രണ്ടാമത് കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ കെ മുരളീധരൻ, ഇവരെല്ലാം ചവിട്ടിക്കൂട്ടിയ കെ മുരളീധരൻ, രമേശ് ചെന്നിത്തലയും ശിവകുമാറും ഒക്കെ കൂടെ ചവിട്ടിക്കൂട്ടിയ കെ മുരളീധരൻ, വട്ടിയൂർക്കാവിൽ അവിടെ ഇവിടെ ഓടിച്ച് നശിപ്പിക്കാൻ നോക്കിയ കെ മുരളീധരൻ തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ ചുമതല ഏറ്റെടുത്ത് വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ കിട്ടിയ ഊർജ്ജമാണ് ഇന്ന് കുറച്ചെങ്കിലും 2 or 3 സീറ്റിലാണെങ്കിൽ പോലും തിരുവനന്തപുരത്ത് കോൺഗ്രസിനെ പിടിച്ചു നിർത്തുന്നത്. ഇവരെല്ലാം എല്ലാം നശിച്ചു. ആലപ്പുഴ ജില്ല ഇല്ലായിരുന്നു. ആലപ്പുഴ ജില്ല ഒരു സീറ്റിലേക്ക് ഒതുങ്ങില്ലേ? രമേശ് ചെന്നിത്തലയാണ്, വേണുഗോപാലും രമേശ് ചെന്നിത്തല ഉള്ള സീറ്റ് ജില്ല. അവിടെ എന്താ സംഭവിച്ചത്? അപ്പോൾ രാഷ്ട്രീയത്തിലെ നമ്മൾ പവർ സ്ട്രക്ചർ കണക്കാക്കുമ്പോൾ അത് കണക്കാക്കുന്നൊരു ഹൈക്കമാൻഡ് അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കാൻ പറ്റുന്നൊരു ഹൈക്കമാൻഡ് അല്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് സത്യം. പിന്നെ ഇതിലൂടെ മറ്റൊരു കാര്യം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നമാണ് ഈ ജാതി മത സമവാക്യങ്ങളൊക്കെ. ഇപ്പോൾ സണ്ണി ജോസഫിനെ നിർത്തുന്ന ടൈം നമുക്കറിയാം സുരേഷ് ഗോപി ജയിച്ചു വരുന്ന ഒരു സമയമാണ്. മീൻസ് ക്രിസ്ത്യൻ വോട്ടുകളെല്ലാം BJP-യിലോട്ട് പോകുന്നു എന്നുള്ളൊരു സമയമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ സണ്ണി ജോസഫ് എന്തുകൊണ്ട് ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ്, ആ വോട്ടുകൾ BJP-യിലോട്ട് പോകരുത് എന്നുള്ളൊരു സ്ഥലം, ആ ഒരു പരിഗണന വെച്ചാണ് സണ്ണി ജോസഫിനെ മുമ്പോട്ട് കൊണ്ടുവരുന്നത്. അപ്പം ഇത്തരത്തിൽ പല ജാതി മത സമവാക്യങ്ങൾ കൂടി നോക്കിയിട്ടാണ് ഈ സാധനം. ഇപ്പോൾ ബെന്നി ബെഹനാനാണെങ്കിലും അല്ലെങ്കിൽ കൊടിക്കുന്നിൽ സുരേഷ് ആണെങ്കിലും, ഇപ്പോൾ എനിക്ക് തോന്നുന്നു സുധാകരൻ ഈഴ വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അപ്പം ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ കൺസിഡറേഷൻ ചെയ്യിച്ചു നോക്കുമ്പോൾ അപ്പോൾ പിന്നെ ആർക്കാണ് പിന്നൊരു ചാൻസ് അവിടെ ഉണ്ടാവുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നോക്കും. പിന്നെ ചാൻസ് പുറത്തുനിന്ന് നേതാക്കന്മാർ എടുത്താൽ ഏറ്റവും നല്ല ഇപ്പോഴത്തെ പരിസ്ഥിതിയിൽ KPCC പ്രസിഡന്റ് ആകാൻ പറ്റിയ ഏറ്റവും നല്ല ആൾ കെ മുരളീധരൻ തന്നെയാണ്. അല്ലെങ്കിൽ ഷാഫി പറമ്പിലാണ്. ഷാഫി പറമ്പിൽ വന്ന് ഈ പറഞ്ഞ പോലെ ഒന്ന് ഓൾറെഡി VD സതീശൻ തന്നെ ഒരു ചാപ്പ കുത്തി വെച്ചിട്ടുണ്ട്, മുസ്ലിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ആട്ടം തുള്ളുന്ന ഒരാളാണ് എന്നുള്ള സാധനം. ഇനി KPCC പ്രസിഡന്റ് സ്ഥാനത്ത് കൂടി വന്നു കഴിഞ്ഞാൽ ആ പാർട്ടി, കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടി മുഴുവനായും അല്ല, സ്വാഭാവികമായും ഇനിയിപ്പോൾ വരാൻ ചാൻസ് ഒരു ക്രിസ്ത്യൻ ലീഡർഷിപ്പിന് വരാൻ ചാൻസ് ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ KPCC സണ്ണി ജോസഫിനെ അപ്പോൾ ഇവരുടെ ഇക്വേഷൻ കൊണ്ട് അത് വേണമെന്നില്ല, അത് വേണ്ടാന്ന് ഈ അസംബന്ധത്തിൽ ഈ തെരഞ്ഞെടുപ്പ് തെളിയിച്ചതാണ്. ജോയിക്ക് വണ്ടൂർ മലപ്പുറത്ത് ജയിക്കാമെങ്കിൽ ഇവിടെ ഷിയാസിനെ കൊച്ചി ജയിക്കാമെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ ജാതി തിരിച്ചൊന്നുമല്ല ജനം വോട്ട് ചെയ്യുന്നത്, നേതാക്കന്മാരുടെ മനസ്സിൽ മാത്രമുള്ളൊരു സാധനം ഇത് പതുക്കെ പറഞ്ഞ് അണികളിലേക്ക് കൊണ്ടുവരികയാണ്. ഷിയാസ് കൊച്ചി ജയിച്ചു, വണ്ടൂർ ജോയി ജയിച്ചു, നല്ല ഭൂരിപക്ഷത്തിന് ജയിച്ചു ഇല്ലേ? എന്തേ അങ്ങനെ? അവിടെ മുസ്ലിംസ് അല്ലാതെ വേറൊരാൾ നിർത്തിയ ജയിക്കില്ല എന്നുള്ള പഴയ കൺസെപ്റ്റ് അങ്ങ് തുടങ്ങി അതുകൊണ്ട് TM സിദ്ദിഖോ അതുപോലെ MM ഹസന് കൊടുക്കായിരുന്നു. ജാതി നോക്കി MM ഹസനൊക്കെ പ്രതീക്ഷിച്ചിരുന്നു അങ്ങനെ ഏതെങ്കിലും മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്റ്റേറ്റ് കിട്ടുമെന്ന്. അങ്ങനെ കൊടുക്കാതെ കുറേയൊക്കെ നീതിബോധത്തോടെ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചെടുത്തൊക്കെ ജയിച്ചിട്ടുണ്ട് കോൺഗ്രസ്. ആ ബോധം ഇനിയെങ്കിലും നേതാക്കന്മാർക്ക് ഉണ്ടാകണം. ഇവിടെ നിങ്ങൾ ചോദിച്ചാൽ അടുത്ത പ്രസിഡന്റ് ആരായിരിക്കും എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ പറ്റും. നമ്മൾ 2 പേരുടെ പേര് പറയും, അവരെയൊന്നും ആയിരിക്കില്ല സെലക്ട് ചെയ്യുന്നത്. അതിനും ഇഷ്ടംപോലെ ജില്ലാ പ്രസിഡന്റുമാരൊക്കെ ഉണ്ടെന്ന്. ഇപ്പം വണ്ടൂർ നിയോഗിച്ച ജോയി നല്ല മിടുക്കൻ ജില്ലാ പ്രസിഡന്റായിരുന്നു. ഷിയാസും മിടുക്കനായ ജില്ലാ പ്രസിഡന്റ്, ജാതിയൊന്നും നോക്കണ്ട, സംസ്ഥാന പ്രസിഡന്റാണ് അയാൾ മിടുക്കനാണ്. കോട്ടയം അല്ല എറണാകുളം ഏറ്റവും നല്ല DCC പ്രസിഡന്റ് കേരളത്തിലല്ല ഇന്ത്യയിലെ തന്നെ DCC പ്രസിഡന്റ് ഷിയാസായിരുന്നു. ഷിയാസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടുന്ന് വന്നവർ പറഞ്ഞു ഷിയാസിനെ പോലെ ഒരു DCC പ്രസിഡന്റ് 100 ജില്ലയിലുണ്ട്, കോൺഗ്രസ് അധികാരം പിടിക്കുമെന്നാണ് പറഞ്ഞു. അങ്ങനെ അത്ഭുതങ്ങൾ കാണിച്ച ഒരു കാലഘട്ടത്തിൽ നിന്നും വളരെ പെട്ടെന്ന് ഒരു മുഖ്യമന്ത്രി സ്ഥാനത്ത് വെച്ച് KC വേണുഗോപാൽ എന്നുള്ള ആളിങ്ങനെ രംഗപ്രവേശം ചെയ്യാൻ പോയപ്പോൾ തുടങ്ങി KSൻ്റെ അവസാനം. പക്ഷെ അത് കോൺഗ്രസിൻ്റെ അവസാനം. ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് മോഡിക്ക് വേണ്ടി പണിയുന്ന പണിയാളുകൾ കോൺഗ്രസിൽ സജീവമാണ്. ഇനി KC വേണുഗോപാൽ എങ്ങാനും KPCC പ്രസിഡന്റ് സ്ഥാനത്തോട്ട് വരുന്നൊരു സമ്പ്രദായം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ചാൻസ് ഉണ്ട്. മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ അപ്പോൾ മറ്റേ വീണ്ടും മാറ്റും, MP-മാർ എന്നുള്ളത് മാറ്റും. ഇത് ആർക്കും പ്രതീക്ഷിക്കാത്തൊരു ഭാഗ്യം കിട്ടിയ ആളാണ്. തോൽവി ഒരു ഭാഗ്യമായി മാറിയ ആളാണ് കെ മുരളീധരൻ. കെ മുരളീധരൻ MP ആയിരുന്നു, ഇപ്പോൾ മത്സരിക്കാൻ പറ്റിയില്ലായിരുന്നു, MLA ആകാനും പറ്റില്ലായിരുന്നു. അതെ, കെ മുരളീധരനെ കൂടെ ആ രംഗത്ത് നിന്ന് ഒഴിവാക്കാൻ ഇവർ ആഗ്രഹിച്ചിരുന്നു. KCക്ക് ഒരു 1-man ഷോ ആയിട്ട് തന്നെ മുമ്പോട്ട് പോകാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാക്കിയത്, പക്ഷെ നടന്നില്ല.